അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കട്ടിലിൽ കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിട്ട് കിടന്നൊരു വ്യക്തിയാണ്. മെഡിക്കൽ സയൻസ്, അതായത് എല്ലാ ന്യൂറോ സർജൻസിനെയും കാണിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ വേദന തൽക്കാലം മാറ്റിത്തരാം, പക്ഷെ ഈ ഒരു അസുഖം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതെന്റെ വിധിയാണോന്ന് വിശ്വസിച്ച് ഞാൻ കട്ടിലിൽ തളർന്ന് കിടന്നിരുന്നെങ്കിൽ 4 ചുവരുകളും നോക്കി ഞാൻ ഇങ്ങനെ കിടന്നുപോയി. ഇന്ന് ഞാൻ മോളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കില്ല. നമ്മൾ പറഞ്ഞില്ലേ, സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ അതാണ് വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്ന് ഞാൻ പറയും. കാര്യം സാഹചര്യം മോശമാകുമ്പോൾ നമുക്കൊരു ചിന്ത വരും, എനിക്ക് വിജയിക്കണം, ഒരു ബേണിംഗ് ഡിസയർ ഉള്ളിൽ വരും. ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ശക്തി ഉണർന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, എവിടെ നമുക്ക് എത്താൻ പറ്റാത്തത്? ഞാൻ ഈ BMW X7 വാങ്ങിക്കുന്ന കാര്യം വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു, വലുതൊന്നും സ്വപ്നം കാണില്ല, ഈ BMW അതൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർച്യൂണർ വരെയൊക്കെ ചിന്തിക്കാം, അതിനപ്പുറത്തേക്ക് വലിയ സ്വപ്നമൊന്നും അത്രയും വലുതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, നീയൊന്നും ചിന്തിക്കല്ലേ എന്ന് എപ്പോഴും ഇങ്ങനെ പറയും. ഞാനത് നേടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാർ എടുക്കാനായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഹസ്ബൻഡ് ചേട്ടൻ എന്നോട് പറയണം, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നു, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല നീ ഇത് നേടുമെന്ന്. അത് അറിയാവുന്നവർക്കറിയാം, എവറിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ, പറയരുത്, അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരോടൊക്കെ പറയാവുള്ളൂ എന്നുള്ളത് പറയും. അതിനകത്ത് വേറൊരു സൈഡ് അവര് കാണുന്നത് എന്താന്ന് വെച്ചാൽ, കണ്ണ് കിട്ടും എന്ന് പറയും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് എന്താണ്, പറയണോ പറയണ്ടേ എന്നുള്ളത് കൺഫ്യൂഷനാണ്. അതായത് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃഷ്ടിദോഷത്തെ കുറിച്ച് പറയാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മൈൻഡ് പവർ ട്രെയിനറും ബിസിനസ് കോച്ചും ആയിട്ടുള്ള സുജാർ മോഹനാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് വിമൻസ് ഡേ ആണ്. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ ഇത്രയും ആളുകൾ, അതായത് ഈ കോച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത് കുറേ ആണുങ്ങളെയാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു കൂട്ടത്തില് തല പുലി പോലെ നിൽക്കുന്ന ഒരാളെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പൊതുവേ പറയാ, എല്ലാവരുടെയും ഉള്ള ഒരു ധാരണയാണ്. അങ്ങനെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് പോലും അറിയാത്ത ഒരാളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടോ സ്ത്രീകൾക്ക്? ഒരിക്കലും ലിമിറ്റേഷൻസ് ഇല്ല, നമ്മുടെ മനസ്സിന്റെ ലിമിറ്റേഷനാണ് ഉള്ളത്. പല സ്ത്രീകളും ചിന്തിക്കുന്നത്, എനിക്ക് ആരും സപ്പോർട്ടിനില്ല, എൻ്റെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ഇൻലോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ആരുടെ സപ്പോർട്ടില്ല, എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ തന്നെ ചങ്ങലക്ക് ഇട്ട് വെക്കുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. മനസ്സിൻ്റെ ആ ലിമിറ്റേഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരാഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും എക്സൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോൾ അത് വെറുതെ ഒരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ, സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ പറയാറുണ്ട്, ചേച്ചിയൊക്കെ പറയാറുണ്ട്, ജീവിതം മാറി മറിയും, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി മാറി മറിയും എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് ഒരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണെന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെയല്ല. അതായത് നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് നമ്മുടെ വിധി നേരത്തെ കൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൈവം ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫ് ഇങ്ങനെ ആകണം. അപ്പോൾ അങ്ങനെയാണ് മിക്കവരും ചിന്തിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ. വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി എന്ന് പറയാം. അപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആകുമ്പോഴാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വീട്ടമ്മ അവർ ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ഒരു സ്കില്ലില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് ടെക്നോളജി അറിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ, യെസ്, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് നിങ്ങളതായിത്തീരും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചാൽ ഒന്നും പറ്റാതെ പോകും. നേരെ മറിച്ച് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, 10ാം ക്ലാസ് തോറ്റതാ, പക്ഷെ അവർ ചിന്തിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്കില്ല് കുക്കിങ്ങിലായിരിക്കാം, അവർ നല്ല എക്സലൻ്റ് ആയിട്ടൊരു കാറ്ററിംഗ് ബിസിനസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് അവർ കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട്. എഡ്യൂക്കേഷനിലൊക്കെ ഭയങ്കര ഹൈ എഡ്യൂക്കേഷൻ ഉള്ളവരെക്കാട്ടിലും ചിലപ്പം എഡ്യൂക്കേഷൻ അധികം ഉണ്ടാവില്ല. ചിലർക്ക് ആ കയറി വരണമെന്നുള്ള വാശി, ജീവിതത്തോടുള്ള വാശി, ചിലപ്പോൾ അവർ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. പല സ്ത്രീകളെയും അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചതിന് ശേഷം അവർക്ക് തോന്നുകയാണ്, എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം. അപ്പോൾ അവർ ചിന്തിക്കും, എനിക്ക് എന്താണ് കഴിവുള്ളത്,
അവർക്ക് എഡ്യൂക്കേഷൻ ബേസ് വലുതായിട്ടില്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സ്കില്ലുണ്ടാവും. അവരുടെ ആ സ്കില്ല് കണ്ടെത്തി അവരത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലർ അവരുടെ എന്താണോ ആ ഒരു കഴിവിനെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മൾ സക്സസ്ഫുൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സ്ത്രീകളുടെയും അവരുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ ഒരിക്കലും അതിനെ ബാധിക്കുന്നില്ല. നമ്മുടെ മൈൻഡാണ് പ്രധാനം. നമ്മൾ മനസ്സിൽ എന്ത് വിശ്വസിക്കുന്നു, എനിക്ക് വിജയിക്കണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് സക്സസ്ഫുൾ ആകണം എന്നാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ യെസ്, അതിനുള്ള വഴി തെളിയും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആകർഷിക്കും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചാൽ പറ്റില്ല, നേരെ മറിച്ച് എന്നെ കൊണ്ട് അത് പറ്റും, എനിക്ക് എന്തെങ്കിലും തുടങ്ങണം അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പറ്റും. അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. എപ്പോഴും എനിക്ക് ആരെ സപ്പോർട്ട് തരുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വിജയിക്കില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിപ്പോകും. ഇപ്പോൾ പുറത്തുള്ള സാഹചര്യങ്ങളും ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ലേ? കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ച് കാണുന്നത് ചിലപ്പോൾ മേ ബി പുറത്തുള്ള സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈൻഡ് തന്നെ ആയിരിക്കാം. ഇതിനകത്ത് രണ്ടും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ലേ? അതായത് പുറത്തെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു ടീച്ചറായിരുന്നു. കൊറോണ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടപ്പം എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ്. ഞാൻ പല വാതിലും മുട്ടി നോക്കിയൊരു ജോലിക്ക് വേണ്ടി ഒരു വാതിലും എനിക്ക് മുന്നിൽ തുറന്നില്ല. അപ്പം ഞാൻ എന്ത് ചിന്തിച്ചു, എനിക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു വാതിൽ സൃഷ്ടിക്കാം. അങ്ങനെ ഞാനൊരു എംപ്ലോയിയിൽ നിന്ന് ഇന്നൊരു ഓൺട്രപ്രണറായി മാറി. ഇന്ന് എത്ര പേർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. മോള് പറഞ്ഞില്ലേ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ അതാണ് വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്ന് ഞാൻ പറയും. കാര്യം സാഹചര്യം മോശമാകുമ്പോൾ നമുക്കൊരു ചിന്ത വരും, എനിക്ക് വിജയിക്കണം, ഒരു ബേണിംഗ് ഡിസയർ ഉള്ളിൽ വരും. ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ശക്തി ഉണർന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, എവിടെ നമുക്ക് എത്താൻ പറ്റാത്തത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ലൈഫ് കോച്ചിങ് മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാശി ഭയങ്കര പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയത്. അതായത് പുറത്തുള്ള സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെടും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇൻസൾട്ടാണ് അതെ അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാശി നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മൈൻഡ് അത് അനുസരിച്ച് കൂടും. വാശി എന്ന് പറയുമ്പോൾ മക്കളെ അത് നമ്മൾ പുറത്തൊരു വ്യക്തിയോടുള്ള വാശിയല്ല, ഞാൻ പറയും നമ്മുടെ ഇന്നലകളോടുള്ള വാശി. അതായത് നമുക്ക് ലൈഫിൽ പല മോശം സാഹചര്യങ്ങളും വരുന്നത് പലരും വിചാരിക്കുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്, എനിക്ക് മോശം സാഹചര്യങ്ങൾ തന്ന് എന്നെ തളർത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ആക്കുകയാണ് ദൈവം എന്നാ ചിന്തിക്കുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. ഈ മോശം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം. ആ മോശം സാഹചര്യങ്ങൾ വരുമ്പോൾ തിരിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്തി തളർന്നിരിക്കാൻ ആർക്കും പറ്റും. ഇപ്പോൾ ഭർത്താവ് സപ്പോർട്ട് തരുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാണ്. എത്രയോ പേര് എത്ര മോശം സാഹചര്യമാണെങ്കിലും അവിടെ അവർക്ക് വിജയിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് വിജയിച്ചു വരുന്നുണ്ട്. അപ്പോൾ പുറത്തെ സാഹചര്യങ്ങളല്ല, അവനവൻ്റെ ഉള്ള്, അതായത് നമ്മുടെ മനസ്സെങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും സക്സസ്. അപ്പോൾ എത്ര മോശം സാഹചര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഉറപ്പായിട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഈ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഇപ്പം നമ്മൾ കുറച്ച് വലുതാവുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം അതായത് 0 to 8 years എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ആക്റ്റീവ്. ആ ഒരു 7 വയസ്സ് കഴിഞ്ഞ് 8 വയസ്സൊക്കെ ആ ഒരു സമയത്താണ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം പേരൻസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നാണ് ഉപബോധ മനസ്സ് രൂപപ്പെടുന്നത്. ആ സമയത്ത് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ വയ്യപ്പതുങ്ങിയ, നിനക്കൊരു കഴിവില്ല, മക്കളെ നമ്മൾ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് നമ്മളെ കൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റില്ല, ഇങ്ങനെ നമ്മൾ ഇല്ലാത്തവരാണ്, ഇല്ലായ്മക്കാരാണ്, ഈ നെഗറ്റീവ് എല്ലാം കൂടെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തത്. വലുതായി ഇപ്പോൾ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചൊരു കുട്ടി എപ്പോഴും കേൾക്കും നമ്മൾ പാവപ്പെട്ടവർ, നമ്മുടെ പൈസ ഇല്ല, നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് കഷ്ടപ്പാട്, അദാരിദ്ര്യം. ഇത് കേട്ട് 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 ഈ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് രൂപപ്പെട്ടിരിക്കുന്നത് ഞാനൊരു ഇല്ലായ്മക്കാരനാണ് എന്നുള്ളതാണ്. വളർന്ന് വലുതായി അവൻ സമ്പത്ത് നേടാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഉപബോധ മനസ്സ് പറയും നീ ബുദ്ധിമുട്ടുകാരനാണ്, നീ കഷ്ടപ്പാട്, നിന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള റീപ്രോഗ്രാം, അതിനെ ആ ഒരു നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫുകളെ മാറ്റി പോസിറ്റീവായിട്ടുള്ള ബിലീഫുകൾ കൊടുത്ത് അവരുടെ മനസ്സ് ആ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്തെങ്കിലും മാത്രമേ, പലരെയും കണ്ടിട്ടില്ലേ കഴിവുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ട് സ്റ്റക്കായി നിൽക്കുക, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതെല്ലാം ഈ ചൈൽഡ്ഹുഡിൽ ഈ പറയുന്ന കുറേയധികം നെഗറ്റീവായിട്ടുള്ള റീപ്രോഗ്രാമിങ് കാരണമാണ്.
യഥാർത്ഥത്തിൽ നമുക്കെല്ലാം സാധ്യമാണോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാം സാധ്യമാണോ? തീർച്ചയായിട്ടും 100%. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉണർത്തിക്കഴിഞ്ഞാൽ അതിന് നിരവധി പ്രാക്ടീസുകളുണ്ട്. ഉപബോധ മനസ്സിന്റെ ശക്തി ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്, നിങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നേടാൻ പറ്റും. ഈ ചിലർ പറയണ കേൾക്കാം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ ഇതിനകത്ത് സത്യം ഉണ്ട് എന്നുള്ളത് കുറച്ചു പേർക്കാണെങ്കിലും അറിയാം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് വലിയ കോച്ചിങ്ങോ കാര്യങ്ങളോ ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ട് ചുമ്മാ നമ്മളിങ്ങനെ നോക്കാറുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി അത് വർക്ക് ആവുന്നത് ഇപ്പൊ ഞാൻ അങ്ങനെ വർക്ക് ആവുന്ന വിചാരിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളതൊക്കെ ഞാൻ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ബിലീഫ് വേണം, നമുക്കൊരു വിശ്വാസം വേണം. ചിലരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും, അവർക്ക് ഉള്ളിൽ ചുമ്മാ ഇതൊക്കെ നടക്കുമെന്ന് നോക്കട്ടെ, അവർക്കൊരു വിശ്വാസമേ ഇല്ല. വിശ്വാസമില്ലാതെ നമ്മൾ ഡൗട്ട് അടിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നടക്കാതെ പോകുന്നത്. അപ്പം നമ്മൾ വിശ്വാസത്തോടു കൂടി അത്രയും നടക്കുമെന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കുക തന്നെ ചെയ്യും. പിന്നെ ചിലരുണ്ട് അഫർമേഷൻസ് ഒക്കെ പറയും, കുറച്ച് സമയം അഫർമേഷൻ പറയും, ബാക്കി സമയം മൊത്തം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്കൊരു മില്ലനെയർ ആകണം, ആ വ്യക്തി അഫർമേഷൻ ആയിട്ട് ഐ എം എ മില്ലനെയർ കുറച്ച് സമയം പറയുന്നുണ്ട്, ബാക്കി സമയം മൊത്തം അയ്യോ എനിക്ക് കടബാധ്യത, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ദാരിദ്ര്യം, എനിക്ക് കഷ്ടപ്പാടാ. നിങ്ങൾ എന്താണ് മാക്സിമം ഒരു ദിവസം ചിന്തിക്കുന്നത്, നിങ്ങൾ അതായിത്തീരും. അപ്പോൾ അവർ പറയുമോ ഞാൻ അഫർമേഷൻ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് എനിക്കൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ നിരന്തര ചിന്ത എന്താ? നമ്മുടെ മാക്സിമം ചിന്തകളും എപ്പോഴും നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചാകണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് വീഡിയോസ് കാണുമ്പോൾ കുറച്ചൊക്കെ ഐഡിയ കിട്ടും. നമ്മളൊരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കണം, കൃത്യമായിട്ട് ആ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്തെടുത്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. മാം ലക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? ലക്ക് എന്ന് പറയുന്നത് ഭാഗ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം എന്ന് പറയുന്നത് അവനവൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഭൂമിയിൽ ചിലർ ഭാഗ്യവാന്മാരായി ജനിക്കുന്നു, ചിലർക്ക് ഭാഗ്യമില്ലാത്തത്. ഒന്നാലോചിച്ചു, ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ടോ? ചിത്രയ്ക്ക് ഭാഗ്യം തരണം, സുജയ്ക്ക് ഭാഗ്യം കൊടുക്കാൻ പാടില്ല, ഇവന് മീഡിയം ലെവലിൽ ഭാഗ്യം കൊടുക്കാൻ എന്നൊന്നും ദൈവം ചിന്തിക്കത്തില്ല. ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ 38 ഇയേഴ്സ് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തി. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, എനിക്ക് തീരെ ഭാഗ്യമില്ല, ഞാൻ ഭാഗ്യം കെട്ട വ്യക്തിയാണ്, ദൈവം പോലും എന്നെ കളഞ്ഞിട്ടേക്കാണ്, അങ്ങനെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ നെഗറ്റീവ് ആയിരുന്നത് കൊണ്ട് തന്നെ എവിടെ ചെന്നാലും തടസ്സവും പ്രശ്നങ്ങളും ദുരിതങ്ങളും അല്ലാതെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഈ പോസിറ്റീവ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ നിരന്തരം എന്താ പറയുക, എന്തൊക്കെയാണ് ലൈഫിൽ വേണ്ടത് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ പോസിറ്റീവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവസരങ്ങളെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. എവിടെ ചെന്നാലും നമുക്ക് സക്സസ്. നമ്മൾ ഒന്നിനെയും തേടിപ്പോകേണ്ട കാര്യമില്ല. അതാണ് ഒരു നെഗറ്റീവ് മനുഷ്യനും പോസിറ്റീവ് മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. നെഗറ്റീവ് മനുഷ്യൻ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനൊരു നെഗറ്റീവ് കാന്തം. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ നെഗറ്റിവിറ്റിയും അവനിലേക്ക് ആകർഷിക്കും. അതാണ് ഈ ദുരന്തങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, എപ്പോൾ നോക്കിയാലും കാര്യം എന്താ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ തലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന എന്തോ ഒരു വസ്തുവല്ല. ഇത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം സമൃദ്ധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ സമൃദ്ധി അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു പാവപ്പെട്ടവൻ എപ്പോഴും ചിന്തിക്കുന്ന മുഴുവൻ എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, അവനിൽ നിന്ന് പോകുന്ന ചിന്തകൾ മൊത്തം എന്താ, ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും. അത് തന്നെ അവൻ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നെഗറ്റീവിനും അട്രാക്ഷൻ. അപ്പം ഞാനിപ്പോ എന്താ പറയാ, ഒരു സമ്പത്തിനെ കുറിച്ചാണ് ഒരു വ്യക്തി നിരന്തരം ചിന്തിക്കുന്നത്, എപ്പോഴും സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, സമ്പന്നനാകുന്നു, ലക്ഷറി ആയിട്ട് ജീവിക്കുന്നു, അതാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നില്ല. ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 38 ഇയേഴ്സ് അത്രയും നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ലൈഫിൽ വലിയ മെച്ചങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, എന്നും പ്രശ്നങ്ങളും ദുരിതങ്ങളും ആയിരുന്നു. നേരെ മറിച്ച് എന്ന് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി, അന്ന് മുതൽ ലൈഫ് കൺമുന്നിൽ മാറുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ലൈഫിൽ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകെട്ടി നിന്നാൽ മതി, എല്ലാം നമ്മളിലേക്ക് വരിക. ഒന്നിനെയും തേടി നമ്മൾ പോകേണ്ട അവസ്ഥയില്ല. കാര്യം എന്താ, മൈൻഡ് ബിലീവ് ചെയ്തു. ആദ്യം ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കുമ്പം നമുക്ക് പിന്നെ വിശ്വാസം വരും. പിന്നീട് വലിയ വലിയ മാനിഫെസ്റ്റേഷൻസ് വന്ന് ഇപ്പം മാനിഫെസ്റ്റേഷൻസ് കണ്ട് ഇതൊക്കെ നമുക്ക് പിള്ളേരുകളിയാണ്. ഈ പോസിറ്റീവ് തിങ്കിങ് മാത്രം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റിയൽ ലൈഫിലുള്ള പ്രോബ്ലംസ് അത് നമ്മൾ അവോയ്ഡ് ചെയ്യണോ ചെയ്യുന്നത്? അവോയ്ഡ് അല്ല മക്കളെ. ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഫേസ് ചെയ്യാം. ഒന്ന് തകർന്നടിഞ്ഞ് തരിപ്പണമായി എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞ് ചിലർ ജീവിതം തന്നെ മതിയാക്കി പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. നേരെ മറിച്ച് ചില മനുഷ്യരുണ്ട്, ഓക്കെ ഇവൻ്റെ ലൈഫിലൊരു പ്രശ്നമുണ്ട്,
അവർ ആ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്തില്ല, അതിലെ സൊല്യൂഷനിലേക്ക് നോക്കും. ഇതിനെന്താ ഒരു സൊല്യൂഷൻ, കറക്റ്റായിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നു, അപ്ലൈ ചെയ്യുന്നു, ആ പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ കടന്നു വന്ന വഴിയിൽ എന്തോരം പ്രശ്നങ്ങൾ വന്നു. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരുമില്ല. ആ ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്തല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമുക്ക് ഏത് പ്രശ്നത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനനുസരിച്ച് മാത്രമാണ് ഒരു മനുഷ്യന്റെ സക്സസ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിന്റെ കേസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളെ തന്നെയാണല്ലോ മാറ്റാൻ പറ്റുക. അതെ, നമ്മളിപ്പോ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതാക്കണം എന്ന് നമ്മളിങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളത് തന്നെ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആള് എങ്ങനെ നമ്മളുടെ അടുത്ത് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്ത്, നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരണം. അതിന് വേണ്ടുന്ന അഫർമേഷൻസ് പറയാം നമുക്ക്. അപ്പോൾ ആ വ്യക്തിയോടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആകാനുള്ള അഫർമേഷൻ പറയാം, വിഷ്വലൈസേഷൻ ചെയ്യും. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ഇമ്പ്രൂവ് ആകുന്നതായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസേഷനും മറ്റ് പ്രാക്ടീസുകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് നമുക്ക് ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സെമിനാറുകളും അല്ലെങ്കിൽ ക്ലാസ്സസും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര എനർജിയൊക്കെ ഫീൽ ചെയ്തെന്നിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പഴയ രീതിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രാക്ടീസ് കറക്റ്റ് അല്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. ശരിക്കും ട്രെയിനിങ്ങും കോച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ക്ലാസ് എടുക്കണം. ഒരു ദിവസത്തെ ക്ലാസ്, 2 ദിവസത്തെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറയും. നമുക്കറിയാം ഡെയിലി മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് നമുക്ക് നല്ല ശാന്തി കിട്ടുകയും അതുപോലെ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്താൽ റിസൾട്ട് കിട്ടും. ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ചെയ്യാൻ മടിച്ചിട്ട് ഈ പ്രാക്ടീസുകൾ അങ്ങ് മുടക്കും. നേരെ മറിച്ച് ഞാൻ ചെയ്യുന്നത് ട്രെയിനിങ് അല്ല, കോച്ചിങ് ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഓൺലൈൻ കോച്ചിങ് മൈൻഡ് പവറിൽ കൊണ്ടുവരുന്നത് തന്നെ ഞാനാണ്. അപ്പം നമ്മൾ ആ കോച്ചിങ് കൊണ്ടുവരുന്ന സമയത്ത് സൂമിൽ ഇരുത്തി ഓരോ കുട്ടികളെ 1ാം ക്ലാസ്സിലെ പിള്ളേർ തറാവറ ഇടുന്ന പോലെ ഇരുത്തി അവരെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിച്ച് ഓരോ പ്രാക്ടീസുകളും ചെയ്യിച്ച് മന്ത്ലി ക്ലാസ് ആണ്. അപ്പോൾ ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള ആ പ്രാക്ടീസുകൾ ചെയ്യിച്ച് അവരെ കൂടെ ഇരുത്തി അങ്ങനെ ചെയ്യിക്കുമ്പോൾ എന്താ, നമുക്കിപ്പോൾ ആരെങ്കിലും കൂടെ ഇരുത്തി നമുക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യത്തില്ല. അപ്പോൾ പ്രാക്ടീസുകൾ മാത്രമല്ല, ഡെയിലി ഡോസേജ് ഓഫ് പോസിറ്റിവിറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊരു വെറും ഒരു മോട്ടിവേഷൻ അല്ല മക്കളെ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മോളെ കുറച്ച് നേരം മോട്ടിവേറ്റ് ചെയ്യണം, മോള് ഓക്കെ മോട്ടിവേറ്റ് ആയി, നാളെ ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും പോകും. ഇതങ്ങനെയല്ല. ഡെയിലി നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കണം. മനസ്സിൽ കിടക്കുന്ന ട്രോമാസ് എടുത്തു മാറ്റി, പാസ്റ്റിലെ ഒരുപാട് നേരത്തെ ചോദിച്ചില്ല ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എടുത്തു മാറ്റി മനസ്സ് ക്ലിയർ ആക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഏത് പ്രശ്നം വന്നാലും അവർക്ക് തരണം ചെയ്യാനും ഡെയിലി ഈ പ്രാക്ടീസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് 24/7 ഹാപ്പിനെസ്സിൽ ഇരുന്നുകൊണ്ട് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും പറ്റും. ഈ നമ്മുടെ മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ അപ്പൊ നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മാത്രം നമുക്ക് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനി മാറ്റാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ എതിരഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു പ്രതീക്ഷേനെ ഒരു അത് മുതലെടുത്തിട്ട് നിങ്ങൾ അതാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അതായത് ശരിക്കും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു മനുഷ്യന്റെ ലൈഫെങ്കിൽ, ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ ലൈഫ് നേരത്തെ ദൈവം തീരുമാനിച്ചു വെച്ചേക്കും, ഞാൻ ഇങ്ങനെ കിടന്ന കഷ്ടത അനുഭവിക്കണം, ദുഃഖം അനുഭവിക്കണം, ദുരിതം അനുഭവിക്കണം, ഇതെൻ്റെ വിധിയാണെന്നും പറഞ്ഞ് ഞാൻ ഒരു ആക്ഷനും എടുക്കാതെ വിധി പോലെ വരട്ടെ അങ്ങ് പോവാണ്. എന്താവും അവരുടെ ലൈഫ്? അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും? നേരെ മറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുക, എനിക്ക് എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള എല്ലാ സക്സസ്സും എനിക്ക് വേണം, എനിക്ക് എല്ലാ ലക്ഷറിയിലും എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വെറുതെ ഇരുന്നിട്ട് നമ്മൾ കാര്യമില്ല, അതിനുവേണ്ടി എനിക്ക് ആക്ഷൻ എടുക്കണം. അവർ ഒന്നുകിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നു, എന്തെങ്കിലും ചെയ്ത് അവർക്ക് വളരണമെന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വരുമ്പോഴല്ലേ അവർക്ക് വളരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇത് എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് വിധിയെപ്പോലും മാറ്റി എഴുതാൻ പറ്റും. നമ്മൾ നമ്മുടെ ആ ഒരു ചിന്ത കറക്റ്റ് ആക്കുമ്പോൾ, ആ ഒരു വെറും പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, നമ്മുടെ മൈൻഡ് പവറും കൂടെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വിധിയെ അല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അന്ന് അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കട്ടിലിൽ കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയിട്ട് കിടന്നൊരു വ്യക്തിയാണ്. മെഡിക്കൽ സയൻസ്, അതായത് എല്ലാ ന്യൂറോ സർജൻസിനെയും കാണിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ വേദന തൽക്കാലം മാറ്റിത്തരാം, പക്ഷെ ഈ ഒരു അസുഖം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതെന്റെ വിധിയാണെന്ന് വിശ്വസിച്ച് ഞാൻ കട്ടിലിൽ തളർന്ന് കിടന്നിരുന്നെങ്കിൽ
4 ചുവരുകളും നോക്കി ഞാൻ ഇങ്ങനെ കിടന്നുപോയി. ഇന്ന് ഞാൻ മോളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കില്ല. ഞാൻ ആ വിധിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് വിജയിക്കണം. ഞാൻ അന്ന് ചെറുപ്രായമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിടന്നാൽ പറ്റില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്, എൻ്റെ ഹസ്ബൻഡിന് ഒരു തുണയില്ല. അപ്പോൾ എനിക്ക് എന്തു ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഈ അവസ്ഥയെ മറികടന്ന് വരണമെന്നുള്ള എൻ്റെ വാശി, ജീവിതത്തോടുള്ള വാശി, ജീവിക്കണമെന്നുള്ള വാശി, ആ വാശിയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഞാനൊരിക്കലും വിധിയെ പഴിച്ച് ജീവിക്കാൻ തയ്യാറല്ല. നമ്മുടെ വിധിയെ പോലും മാറ്റി എഴുതാമെന്ന് സ്വന്തം ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം ലൈഫിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിങ്ങനെ കുറച്ച് റീൽസുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേക്കും അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് ഐ അട്രാക്ട് മണി എവറി ഡേ. യെസ്, ആ ഒരു അഫർമേഷൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ ഒരു മണി മേക്കിങ്ങിന്റെ ഒരു ഡോറ് തുറന്ന് കിട്ടും എന്നുള്ള ഒരു രീതിയിൽ പറയുന്ന ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കൊക്കെ എപ്പോഴൊക്കെ വർക്കാവും? എല്ലാവർക്കും വർക്കാവും. ഞാൻ എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണോ അവരൊക്കെ ഐ അട്രാക്ട് മണി എവറി ഡേ എന്ന അഫർമേഷൻ പറയും. നിങ്ങൾ അത്ഭുതം എന്നോണം എല്ലാ ദിവസവും പൈസ വരാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് തെളിയും. ഞാൻ ഈ അഫർമേഷൻ പറയുമ്പോൾ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞ് എന്നെ ആരും കൈപിടിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നൊന്നുമല്ല. ഞാൻ നിരന്തരം ഈ അഫർമേഷൻ പറഞ്ഞ് ശരിക്കും ഇതിലേക്ക് എത്തി. നമ്മളിലേക്ക് പൈസ വരാൻ തുടങ്ങിയപ്പോഴാണ് ഓ മൈ ഗോഡ്, ഇത് വർക്ക് ചെയ്തല്ലോ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ ലൈഫ് കോച്ച് ആയി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ വന്നതിന് ശേഷം പല ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ എടുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അതിലേക്ക് എത്തിക്കാൻ ഈ ലൈഫ് കോച്ച് എന്ന് പറയുന്ന ഒരു മാർഗത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മോള് നിരന്തരം പറയുമ്പോൾ മോൾക്ക് എല്ലാ ദിവസവും പണം വരാനായിട്ട് ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യണം, അതൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം. യു വിൽ അട്രാക്ട് മണി എവറി ഡേ. സിമ്പിൾ. ഒരു ഓൺട്രപ്രണറിന്റെ ലൈഫിൽ ഏറ്റവും വലിയ സാക്രിഫൈസ് എന്താണ്? ഓൺട്രപ്രണറിൻ്റെ ലൈഫിലെ സാക്രിഫൈസ്, അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് നേടേണ്ടതാണ് സമ്പത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്നും സാക്രിഫൈസ് നേടാതെ തന്നെ നമുക്ക് സമ്പത്ത് നേടാൻ പറ്റുമല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓൺട്രപ്രണറാണ്, നിരവധി പേർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും സാക്രിഫൈസ്, എൻ്റെ സന്തോഷങ്ങളോ സമാധാനങ്ങളോ ഒന്നും സാക്രിഫൈസ് ചെയ്തിട്ടല്ല ഞാൻ ആ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, ചുറ്റുമുള്ള മനുഷ്യർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നു. സോ ദർ ഇസ് നോ സാക്രിഫൈസ് ഇൻ ദാറ്റ്. അപ്പൊ നമ്മളെ തന്നെ ഇങ്ങനെ നമ്മൾ ആൾക്കാർ വിചാരിക്കും ആക്ച്വലി നമ്മളെ തന്നെ പൊക്കി പറയാന്ന്. പക്ഷെ നമ്മളെ പറ്റി ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ലൈഫ് മാറാനായിട്ട് അത് വർക്ക് ആവും? നല്ലൊരു ചോദ്യമാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും നല്ല തള്ളിസ്റ്റാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ BMW X7 വാങ്ങിക്കുന്ന കാര്യം വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു വലുതൊന്നും സ്വപ്നം കാണില്ല. BMW അതൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർച്യൂണർ വരെയൊക്കെ ചിന്തിക്കാം, അതിനപ്പുറത്തേക്ക് വലിയ സ്വപ്നമൊന്നും അത്രയും വലുതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, നീയൊന്നും ചിന്തിക്കല്ലേ എന്ന് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. കാര്യം വെച്ചാൽ മനസ്സ് ചെറുതാണ്, വലിയ കാര്യങ്ങൾ നേടാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഞാനത് നേടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാർ എടുക്കാനായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഹസ്ബൻഡ് ചേട്ടൻ എന്നോട് പറയണം, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നു, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല നീ ഇത് നേടുമെന്ന്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ പ്രൈവറ്റ് ജെറ്റ് മേടിക്കും എന്ന് പറഞ്ഞാൽ അവർ അണ്ണൻ പറയും നീ മേടിച്ചിരിക്കും. കാര്യം എന്താ, ആദ്യം ഇവർക്ക് എൻ്റെ അടുത്ത് ആദ്യമൊക്കെ നീ പറയുമ്പോൾ ഞാൻ വിചാരിക്കും തള്ളാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ നീ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ നിരന്തരം തള്ളാറുണ്ട്. ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ എവിടെയായിരുന്നു, മാൽദീവ്സിലാണ് പോയിട്ട് വന്നപ്പം TS കല്യാണരാമൻ്റെ പ്രൈവറ്റ് ജെറ്റ് അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കിടക്കുന്നത് കണ്ടു. അപ്പോഴിങ്ങനെ SRM അക്കാഡമിയുടെ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങി അതിനപ്പുറം ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നു. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നില്ലേ? പക്ഷെ ഒരു ദിവസം ചേച്ചി പ്രൈവറ്റ് ജെറ്റ് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് മോൾ എന്നോട് ചോദിക്കുന്ന ദിവസം അകലെയല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ തള്ളാൻ പഠിക്കണം. അതായത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞൂടാത്തൊരു ഭയങ്കര തള്ളാന്നൊക്കെ പറയും. അത് അറിയാവുന്നവർക്കറിയാം എവറിത്തിങ് ഈസ് പോസിബിൾ. ഇപ്പൊ നമ്മൾ പറയുമ്പോഴേക്കും ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെയാണ് നമ്മളിങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി പറയാൻ പേടിയാണ്. അതായത് ഓക്കെ ഇനി അതെങ്ങനെ നടന്നില്ലെങ്കിലോ, നാണക്കേടല്ലേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന കാര്യം നടക്കുകയാണ്, മീൻസ് ഇന്ന കാര്യം നമുക്ക് ഒരു കാര്യം നടത്താനുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പറയരുത്, അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരോടൊക്കെ പറയാവുള്ളൂ എന്നുള്ളത് പറയും. അതിനകത്ത് വേറൊരു സൈഡ് അവര് കാണുന്ന എന്താന്ന് വെച്ചാൽ കണ്ണ് കിട്ടും എന്ന് പറയും.
അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് എന്താണ് പറയണ്ടേ എന്നുള്ളത് കൺഫ്യൂഷനാണ്. അതായത് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃഷ്ടിദോഷത്തെ കുറിച്ച് പറയാറുണ്ട്. ദൃഷ്ടിദോഷം നമുക്ക് കേൾക്കുമോ? ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് നോക്കിയാൽ എൻ്റെ മന്ത്ലി ഏർണിങ്സ് എത്രയാണ്, ഞാൻ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തത്, എല്ലാം ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എനിക്കിതുവരെ ഒരു ദൃഷ്ടിദോഷമോ കാര്യങ്ങളോ ഒന്നും ഏറ്റിട്ടില്ല. കാര്യം നമ്മളിപ്പോൾ ഹൈ പോസിറ്റീവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും നമ്മളെ ഏൽക്കില്ല. നമ്മൾ നേരെ മറിച്ച് നമ്മൾ നെഗറ്റിവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഈ ദൃഷ്ടിദോഷങ്ങളൊക്കെ ആൾക്കാരുടെ ആ നെഗറ്റിവിറ്റി നമ്മളെ ഹിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. പിന്നെ നമ്മൾ ഇനി നേടും എന്നുള്ള കാര്യം ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഞാൻ തുടങ്ങിയത് വെറും സ്ക്രാച്ച് ചെയ്യുന്ന കട്ടിലിൽ തളർന്നു കിടന്ന വ്യക്തിയാണ് ഞാൻ. ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ന്യൂറോ സർജൻസ് അവർ തീരുമാനിച്ച കാര്യം, എൻ്റെ MRI റിപ്പോർട്ട് കണ്ടിട്ട് ഇനി ഒരിക്കലും അത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഞാൻ എഴുന്നേറ്റ് വന്ന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിന് എന്താ മക്കളെ എനിക്ക് ആഗ്രഹിച്ചാൽ നേടാൻ പറ്റാത്തത്. അപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്കളെ എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ അനുഭവത്തേക്കാൾ വലിയ പാഠപുസ്തകവും ഇല്ലല്ലോ. ഇപ്പം ഈ രോഗങ്ങളുടെ കാര്യം പറയുമ്പോഴേക്കും അത് ചില ആൾക്കാരുടെ അടുത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അവരുടെ മൈൻഡിൽ എന്താ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് മരുന്ന് കഴിച്ചാലൊക്കെ മാറുള്ളൂ, മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ മാറണമെന്നില്ല എന്നുള്ളത് ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് സംസാരിച്ച പോലെ അങ്ങനെ ചില ആൾക്കാർ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ മാറും എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ അവർ പറയും ഇതിനകത്ത് എന്താണ് ഒരു സയൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്താ അതിന് ഉത്തരം പറയാം? അതായത് ഇപ്പോൾ ഷുഗറിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും മൈ ബ്ലഡ് ഷുഗർ ലെവൽ ഈസ് നോർമൽ, എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാണ് നിരന്തരം പറഞ്ഞു നോക്കൂ. പിന്നീട് നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും അത് നോർമൽ ആകുന്നതായിട്ട് കാണാം. നമ്മുടെ മനസ്സിൽ വിശ്വസിക്കുന്നത് എനിക്ക് ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കണം എന്നാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യെസ്, ഡോക്ടർ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് എടുത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. നേരെ മറിച്ച് അതല്ല, നമ്മൾ അഫർമേഷൻസ് നിരന്തരം പറഞ്ഞു നോക്കി എത്രയോ അത്ഭുതങ്ങൾ ഞാൻ ഡെയിലി കാണുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ പ്രാക്ടീസ് ഏതെല്ലാം തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ ഹീലാക്കിയ കഥകളുണ്ട്. അപ്പോൾ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പം നിരന്തരം നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. അത് ഈ അഫർമേഷനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് മോള് പറഞ്ഞതുപോലെ അവർക്ക് വിശ്വാസം ഇല്ലാത്തത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഓക്കെ. ഇനി പേഴ്സണലി ഞാൻ ചോദിച്ചോട്ടെ, വീട്ടുകാർ എത്ര പേരെ മാറ്റിയിട്ടുണ്ട് ഇതുപോലെ? അതായത് അവർ മാറ്റിയിട്ടുണ്ടെന്നല്ല, അവർ തന്നെ മാറിയിട്ടുണ്ട് ഇത് കണ്ടിട്ട്. അതായത് മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം ആദ്യം ഒന്നും ഇതിനെ വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു ടീച്ചറല്ലേ, നീ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ, നീ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾക്ക് പിറകെ പോകല്ലേ എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ വന്ന മാറ്റം, എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, ഞാൻ നെഗറ്റീവായിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഫുൾ ടൈം ഹാപ്പിയായി പോസിറ്റീവായി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആരുടെയും കുറ്റം പറയാറില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ഓരോരോ മാറ്റങ്ങൾ, ആ ഹെൽത്ത് ഇഷ്യൂ ഹീലായി, ഞാൻ പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തി. മെല്ലെ മെല്ലെ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ. അങ്ങനെ ഞാൻ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ റിസൾട്ട്, അതായത് സ്റ്റുഡൻസ് അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നേരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനോട് തന്നെ പറയാൻ തുടങ്ങി, സാറേ ടീച്ചർ ചെയ്യുന്ന ആ പുണ്യപ്രവൃത്തി ഉണ്ടല്ലോ, ഞങ്ങളുടെ വീടിന്ന് സ്വർഗ്ഗമാണ്. ഹസ്ബൻഡും വൈഫുമായിട്ട് 20-25 വർഷമായിട്ട് എന്നും നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നവർ, സ്വർഗ്ഗതുല്യമായ ജീവൻ നയിക്കുന്നവർ, തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവായി. അതുപോലെ തന്നെ വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നവർ അതൊക്കെ ഹീലായിട്ട് അവരുടെ റിസൾട്ടുകൾ അങ്ങനെ സ്റ്റുഡൻസ് തന്നെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സ്റ്റുഡൻറ്റ് സാറിന് അയച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് അയച്ചു തന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് അന്ന് ഹസ്ബൻഡ് ആർമിയിലാണ്, കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ ആക്കിയിട്ട് പോയ വ്യക്തിയല്ല ഇന്ന് ടീച്ചർ. അതായത് ഇന്ന് ഞങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവമാണ്, ഞങ്ങളൊക്കെ ഇന്ന് ഇത്രയും സന്തോഷമായിട്ട് സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഇങ്ങനെ ഓരോരുത്തരുടെയും റിസൾട്ട് വരാൻ തുടങ്ങിയപ്പോൾ പുള്ളി അത് ബിലീവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന സപ്പോർട്ട് ഹസ്ബൻഡ് തരാൻ തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ അതുപോലെ തന്നെ ഹിന്ദിയിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. മലയാളികളും ഹിന്ദിക്കാരുമായിട്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിൻ്റെ ലൈഫാണ് ട്രാൻസ്ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ആ സക്സസ് സ്റ്റോറീസ് ഒക്കെ ധാരാളമാണ്. അപ്പോൾ അദ്ദേഹം അതിലേക്ക് ബിലീവായി. പിന്നെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ കൺമുന്നിൽ കണ്ടതാണ്, എൻ്റെ എല്ലാ തകർച്ചയും കണ്ട് ഞാൻ ലൈഫിൽ ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് ഓരോ ദിവസവും അമ്മ ഇങ്ങനെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ
തീർച്ചയായിട്ടും മക്കൾക്കും അത് വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മക്കളുമൊക്കെ അതിൽ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനും എൻ്റെ ബന്ധുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ നമ്മൾ പ്രാക്ടീസുകൾ പറഞ്ഞു കൊടുത്താലും ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവർ ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് കിട്ടുന്നു. പക്ഷെ ചിലരെ നമ്മൾ എത്ര നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് പിടിച്ച് ക്ലാസ് കൊണ്ടിരുത്തിയാലും അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അവനവന്, അതായത് എനിക്ക് തോന്നുകയാണ് എനിക്ക് എൻ്റെ ജീവിതം മാറ്റണം, എനിക്ക് പോസിറ്റീവ് ആകണം, എനിക്ക് ലൈഫിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ബേണിംഗ് ഡിസയർ എനിക്കുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റും. അല്ലാതെ മരത്തിൽ കയറാൻ താല്പര്യമില്ലാത്ത ഒരാളെ ഉന്തി മരത്തിൽ കയറ്റി നമ്മൾ എവിടം വരെ ഉന്ത് നിർത്തുന്നു അവൻ അവിടെ ഇരിക്കും, മുകളിലോട്ട് പോകില്ല. അതുപോലെ അവനവന് തോന്നാതെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. പക്ഷേ ഇതിനകത്തുനിന്നൊക്കെ നമുക്കൊന്ന് ലൈഫ് ചേഞ്ച് ആകണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ബേസിക് ക്ലാസ്സാണ് സിൽവർ ക്ലാസ് എന്ന് പറയുന്നത്. സിൽവർ ക്ലാസ്സിൽ വന്നിട്ട് ദിവസവും ഡിപ്രഷൻ 5ഉം 6ഉം ഗുളികകൾ വരെ കഴിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് അവർ ഒരു ഗുളികയും കഴിക്കുന്നില്ല. ഫുൾ ടൈം ഹാപ്പിനെസ്സിലിരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതുപോലെ സ്ട്രെസ്സ്, ആൻസൈറ്റി, ഈ പ്രോബ്ലംസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരൻറ്റി പറയും ഒരു മെഡിസിനും എടുക്കേണ്ട കാര്യമില്ല. അവർ പിന്നെ പറയുന്നതെന്ന് അറിയാം, ടീച്ചർ നമുക്ക് മെഡിസിൻ ഒന്നും വേണ്ട, നമുക്ക് എന്താ പറയുക 24/7 ഹാപ്പിനെസ്, ഫുൾ ടൈം ഹാപ്പിനെസ്സിലിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അത് പ്രാക്ടീസ് ചെയ്താൽ ഒരു ഡിപ്രഷനും ഹിറ്റ് ചെയ്യില്ല. അതെൻ്റെ വാക്കാണ്. ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും? തീർച്ചയായിട്ടും. എത്ര സക്സസ് സ്റ്റോറി സുജാർ മോഹൻ എന്ന യൂട്യൂബ് ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഹീലായി, ഫുൾ ടൈം ഹാപ്പി. അതിലെല്ലാവർക്കും പറയുന്ന ഒരൊറ്റ കാര്യം, ടീച്ചർ അമ്മ ഫുൾ ടൈം ഹാപ്പിയാണ്, ഫുൾ ടൈം ഹാപ്പിയാണ്, 24/7 ഹാപ്പിയാണ്. അതായത് വീട്ടിൽ ഈ പറഞ്ഞ പോലെ ദുഃഖവും ദുരിതവും പ്രശ്നങ്ങളും ഡിപ്രഷനും ആങ്സൈറ്റിയുമായിരുന്ന ഒരുപാട് സ്ത്രീകൾ, അവർ എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരുന്നവർ ഇന്ന് അതിൽ നിന്നൊക്കെ മറികടന്ന് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തതേ. നമ്മുടെ പ്ലാറ്റിനത്തിൽ തന്നെ 1 crore ചലഞ്ച് കിടക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റ് പറയുണ്ടായി 69 ലക്ഷം രൂപ അവരിപ്പോൾ തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഒരു മെൻറ്റർഷിപ്പിൽ. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരും മണി ഏൺ ചെയ്യുന്നു, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് മാറ്റി പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുന്നു, ജോലി മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് നടക്കാത്തത്? അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എന്നെ ഫോളോ ചെയ്യുന്നവർ കൃത്യമായിട്ട് അറിയാം ഇതെല്ലാം 100% വർക്കിംഗ് ആണ്, റിസൾട്ട് കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ക്ലാസ്സിൽ വന്നു ഇതെല്ലാം കേട്ടു, പ്രാക്ടീസ് എല്ലാം പറഞ്ഞു കൊടുത്തു, പറയുന്നതൊന്നും കേൾക്കാതെ പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. അതെല്ലാം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ 100ൽ 110% റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു സ്റ്റുഡൻറ്റ്, ആൾ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഡാൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. നമ്മൾ ആ പോസിറ്റീവ് എനർജി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മൂവ് ചെയ്യണം. അപ്പോൾ ഡാൻസ് ചെയ്യാനായിട്ട് പോലും പറ്റാതെ കട്ടിലിൽ ഇങ്ങനെ തളർന്ന് കിടന്നൊരവസ്ഥയിലായിരുന്നു. ബാക്കി എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറിൻ്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ, ഒരാഴ്ച, എനിക്ക് ഒരു ഹാർഡ്ലി ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ മെല്ലെ മെല്ലെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. കാര്യം വെച്ചാൽ മൈൻഡിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. ആ നെഗറ്റിവിറ്റി ഒക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് ഹീലാകുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി ഹീലാവും. മെല്ലെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി, മെല്ലെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ ആ ഒരു നെർവ് കംപ്രഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഏകദേശം അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരവസ്ഥയിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. മെല്ലെ മെല്ലെ ആളുടെ ഹെൽത്ത് പെർഫെക്റ്റ്ലി ഓക്കെ ആയി ഇന്ന് പരിപൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുന്നുണ്ട്. ആ സക്സസ് സ്റ്റോറി നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഹീലായ കഥകൾ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറി കാണുമ്പോൾ നമുക്കും ഒരു വിശ്വാസം വരും, യെസ് ഇവർക്ക് വർക്കാകുമെങ്കിൽ നമുക്കും വർക്കാവുന്നു. വിശ്വാസമാണ് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന സംരംഭം തുടങ്ങണം അല്ലെങ്കിൽ ഇന്ന ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് അവർക്ക് അതിനകത്തേക്ക് ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണോ? ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവർക്ക് നമ്മൾ ഏതൊരു ബിസിനസ്സിനാണ് തടസ്സമില്ലാത്ത, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരും, തുടങ്ങി മുമ്പോട്ട് പോകുമ്പം പല പല പരീക്ഷണങ്ങളും വരും. അപ്പോൾ എവിടെ എന്ത് പരീക്ഷണം വന്നാലും എന്താണോ ആ പ്രോബ്ലം അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോയെങ്കിലേ ബിസിനസ് വിജയിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, കുറേ കൂടെ മുന്നോട്ട് ചെല്ലുമ്പം പല പല കാര്യങ്ങളിലും മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. സാഹചര്യത്തിനനുസരിച്ച് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം. ഇനി സ്റ്റാർട്ടിങ് ട്രബിൾ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് കുറേയധികം ട്രോമാസ് ഉണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എനിക്കതിനുള്ള കഴിവുണ്ടോ, ഇങ്ങനെ അവരെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു മെൻറ്റർ വേണം, അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുത്ത് അവരോടൊന്ന് പേഴ്സണലി സംസാരിച്ച് അവർക്ക് എവിടെയാണ് പ്രശ്നം അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആ പ്രശ്നം വരുന്നില്ല. നമ്മുടെ പ്ലാറ്റിനത്തിൽ ആയിരക്കണക്കിന് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും പ്ലാറ്റിനത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് പോലും ആഗ്രഹം കാണില്ല. ഇന്നലെ ഞാനൊരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് 6 സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്ത് 69 ലക്ഷം
ലക്ഷം രൂപ പ്ലാറ്റിനത്തിൽ വന്നതിന് ശേഷം അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരാൻ ഒരു മെൻറ്റർ എല്ലാവർക്കും വേണ്ടതാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ ലൈഫിൽ പെട്ടെന്നൊരു പ്രശ്നം വന്ന് നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടുത്തൊരു ഫ്രണ്ടിനോടായിരിക്കും ചോദിക്കുന്ന ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടോ, ഫ്രണ്ടിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ ധാരണ ഇല്ലാന്നുണ്ട് നമ്മളെ ഗൈഡ് തരാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ മെൻറ്ററിനോട് പറയുമ്പോൾ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ ടീച്ചർ ഇന്നതാണ് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അതോടെ അവരുടെ പ്രശ്നം അവിടെ തീരുകയാണ്. നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ കറക്റ്റായിട്ട് അതിന് മെഡിസിൻ കൊടുക്കുന്നു, അത് കഴിക്കുന്നു, അത് മാറുന്നു എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മളൊരു മെൻറ്ററുമായിട്ട് കണക്റ്റ് ആകാമെങ്കിൽ അതും നമുക്ക് ലൈഫ് ലോങ് ഗൈഡ് ചെയ്യുന്നൊരു മെൻറ്റർ ഉണ്ടാകും. നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ ഞാൻ അതാ കൊടുക്കുന്നത്. ജീവിതകാലം മുഴുവൻ അവരെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് എന്താണോ എപ്പോൾ ഒരു ആവശ്യത്തിന് ടീച്ചറമ്മ അവരുടെ കൂടെയുണ്ട്. അങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അതുപോലെയുള്ള റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് കേൾക്കുന്ന ആൾക്കാർക്ക്? ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. 9567274997 എന്ന നമ്പറാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഏത് ക്ലാസ്സിലാണ്, ബേസിക് ക്ലാസ് നമ്മുടെ സിൽവർ ആണ്. അപ്പോൾ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും സത്യം പറഞ്ഞ ഈ ക്ലാസ് എന്താണ് അവർ വിചാരിക്കുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ്. മോട്ടിവേഷൻ ക്ലാസ് അല്ല. മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അങ്ങ് പോകും. ഇത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ലൈഫ് 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ വന്ന് റിസൾട്ട് കിട്ടുമ്പോൾ സ്റ്റുഡൻസിന് മനസ്സിലാവും, യെസ് എൻ്റെ ലൈഫ് ഇത്രയും മാറിയെങ്കിൽ ഇനി എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റം വരും. അപ്പോൾ സിൽവർ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കൂടെ അതിൻ്റെ ഒരു അഡ്വാൻസ് ക്ലാസ്സാണ് ഗോൾഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ് ക്ലാസ്സിൽ വരുമ്പോൾ വെച്ചാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതുപോലെ ലൈഫ് പർപ്പസ് ഐഡൻറ്റിഫിക്കേഷൻ, ചക്ര ഹീലിംഗ്, അങ്ങനെയുള്ള ഹീലിംഗ് ആണ് വരുന്നത്. പിന്നെയുള്ള നമുക്ക് പ്ലാറ്റിനം ക്ലാസ്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് മെൻറ്റർഷിപ്പാണ് വരുന്നത്. ജീവിതകാലം മുഴുവൻ ഞാൻ അവർക്കൊരു മെൻറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പ്ലാറ്റിനത്തിൽ ഉള്ള സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവരിങ്ങനെ കണക്റ്റഡ് ആയിരുന്ന എല്ലാ ദിവസവും എന്നോടൊപ്പം യോഗയും മെഡിറ്റേഷനും മറ്റ് പ്രാക്ടീസുകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ മെഡിറ്റേഷനും മറ്റ് പ്രാക്ടീസുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പോസിറ്റിവിറ്റിയുടെ ട്രാക്കിൽ കറക്റ്റായിട്ട് പോകാൻ പറ്റും. നേരെ മറിച്ച് കുറച്ച് ദിവസം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മാറി നിൽക്കുമ്പോൾ തന്നെ ഈ പ്രാക്ടീസുകൾ മുടക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസ് പറയാറുണ്ട് ആ പോസിറ്റിവിറ്റിയിൽ നിന്ന് പോയി. ഡെയിലി ഡോസേജ് ഓഫ് പോസിറ്റിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളിതിങ്ങനെ കൊടുത്ത് കറക്റ്റായിട്ട് ആ ട്രാക്കിൽ പോയാൽ നമ്മുടെ മനസ്സ് ആ ഒരു സ്റ്റേബിളായിട്ട് പോകും. ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ചിലപ്പോൾ ഒന്ന് മുടക്കും, കുറേ നാൾ വരാതിരിക്കും, ലൈഫിലൊരു ചെറിയ പ്രശ്നം വന്നു, വീണ്ടും കുറേ നാൾ വരാതിരിക്കും, വലിയൊരു പ്രശ്നം വന്നു, അങ്ങ് പോയി അങ്ങ് ബാക്ക് അടിച്ച് പോകും. കണക്റ്റായി നിൽക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇത് കേട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്ന പോലെ, ഡെയിലി കുളിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് എന്ത് പ്രശ്നം വന്നാലും തരണം ചെയ്ത് ഫുൾ ടൈം ഹാപ്പിനെസ് ഇരിക്കാം. ഇപ്പൊ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അഡൾട്ട് ഏജിലുള്ള ആൾക്കാരും പിന്നെ അതിന് മുകളിലുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള ആ ഒരു പാരന്റിങ്ങിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതിന്റെ ഒരു കാരണം അത് തന്നെയായിരിക്കും. നമ്മളിപ്പോ പാരന്റ്സ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ? എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പേരൻസ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് ഹീലാവും. അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇന്നർ ചൈൽഡ് വരരുത് എന്നുള്ള ബോധ്യത്തോടെ ഇരിക്കും. പല പേരൻസിനും പാരൻറ്റിങ്ങിനെ കുറിച്ച് അറിയത്തില്ല. എങ്ങനെ ഒരു നല്ല പേരൻ്റ് ആകാം, അവരുടെ പേരൻസിൽ നിന്നും അവർക്ക് എന്ത് കിട്ടി അതാണ് പലരും കോപ്പി ചെയ്ത് അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത്. നമ്മൾ വളർന്നു വന്ന ആ കാലഘട്ടത്തിലെ പാരൻറ്റിങ് അല്ല ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മൾ മക്കളെ നല്ല സ്നേഹം കൊടുത്തും കെയർ കൊടുത്തും ഇന്ന് മക്കൾക്ക് വിരൽത്തുമ്പിലാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. വീട്ടിൽ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അതിൻ്റെ പിറകെ അവർ പോകും. പിന്നെ അവരെ എടുത്തിട്ട് അടിച്ചിട്ടോ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്നേഹം കൊടുത്ത് വളർത്തുക. പേരൻസ് റോൾ മോഡലായിരിക്കണം. പേരൻസ് വീട്ടിൽ കിടന്ന് ഏത് സമയം വഴക്കും അടിയും പ്രശ്നങ്ങളും ആണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഇത് കണ്ടാ വളരുന്നത്. വീട്ടിലൊരു ശാന്തമായ അന്തരീക്ഷം വേണം. പല കുഞ്ഞുങ്ങളും നമ്മുടെ സിൽവർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട് ടീച്ചറമ്മേ, എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര അടിയും പ്രശ്നമായിരുന്നു കേട്ടോ, ഇവർ ആ ദേഷ്യം മൊത്തം തീർക്കുന്ന എന്നിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പി ആയപ്പോൾ ഇപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്, ഞങ്ങളെ വീട് സ്വർഗ്ഗമായി, താങ്ക് യു ടീച്ചറമ്മേ. എത്ര കുഞ്ഞുങ്ങളാവെന്ന് പറയുന്നറിയാമോ? അപ്പോൾ ഇതുപോലെ ഞാൻ പറയുന്നത് നമ്മൾ അച്ഛനും അമ്മയും മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവായി മാറുമ്പോൾ ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പിള്ളേർ മാറിക്കോളും. അങ്ങനെ നമ്മുടെ ലൈഫും ചേഞ്ച് ആക്കാൻ പറ്റും. ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണ് നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ തീരുമാനിക്കുന്ന ശരിക്കും ഫാമിലിയാ. പുറത്ത് നമ്മൾ എത്ര ഫ്രണ്ട്സിന്റെ ഒപ്പം ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞാലും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഹാപ്പി ആയിട്ട് വെച്ചാൽ മാത്രമാണ് ഫാമിലി ഹാപ്പി ആയിട്ട്. പ്രത്യേകിച്ചും ഒരു വീട്ടിലെ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു വീട്ടിലെ
ഗൃഹനാഥയായിട്ടുള്ള സ്ത്രീ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും നല്ല പുഞ്ചിരിച്ച്, മനസ്സിൽ എപ്പോഴും നല്ല നന്മ, എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്നു, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നു, മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ആ പോസിറ്റിവിറ്റി ഹസ്ബൻഡിനെ ബാധിക്കും. കാര്യം എന്താണ്? അവരെപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നുണ്ട്, ഹസ്ബൻഡും ഹാപ്പിയാണ്, പിള്ളേരും ഹാപ്പിയാണ്, ആ വീട് സ്വർഗ്ഗതുല്യമായി മാറും. അപ്പോൾ നേരെ മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഭർത്താവിന് ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. പിള്ളേരാകെ ഇവരുടെ നെഗറ്റിവിറ്റി കാരണം പൊറുതിമുട്ടുകയായിരിക്കും. അപ്പോൾ ആ വീട്ടിലെന്നും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. കണ്ടിട്ടില്ലേ പല സ്ത്രീകളും വീട്ടിൽ കിടന്ന് അലറുക, ബഹളം വയ്ക്കുക, പിള്ളേരെ പറക്കിട്ടടിക്കുക, ആകെ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലാണ് മിക്ക കുടുംബങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരൊറ്റ വ്യക്തി, പ്രത്യേകിച്ചും സ്ത്രീകൾ, വീട്ടിലെ മഹാലക്ഷ്മിയാണ് ഓരോ സ്ത്രീകളും. ഒരു സ്ത്രീ മാറിക്കഴിഞ്ഞാൽ ദാറ്റ് ഹൗസ് അല്ലെങ്കിൽ ദാറ്റ് ഹോം വിൽ ബിക്കം എ ഹെവൻ. ആ വീടൊരു സ്വർഗമായി മാറും. ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് 1 മാസം സിൽവർ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, ഓരോ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞില്ലേ സക്സസ് സ്റ്റോറി കേട്ട് ഇന്ന് എനിക്ക് അതിനകത്തൊരു പുതുമയിൽ എല്ലാവരും പറഞ്ഞു, ടീച്ചർമാ ഇന്ന് എൻ്റെ വീടൊരു സ്വർഗ്ഗമാണ്, ഇന്ന് എൻ്റെ വീടൊരു സ്വർഗ്ഗമാണ്. അവരുടെയൊക്കെ ഭർത്താക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ വീടിന്ന് എൻ്റെ ഭാര്യ അറ്റൻഡ് ചെയ്തു, അതിനുശേഷം എൻ്റെ വീടിന്ന് സ്വർഗ്ഗമാണ്. അത്രയും സമാധാനത്തിലും സന്തോഷത്തിലും എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ എല്ലാ വീടുകളും സ്വർഗ്ഗമാവട്ടെ അല്ലേ. എനിവേ താങ്ക് യു സോ മച്ച്. കുറച്ച് കാര്യങ്ങൾ എന്നല്ല, എല്ലാ വാക്കുകളും ആളുകൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയി മാറട്ടെ. ഇപ്പോൾ എന്താ പറയുക ഒരുപാട് കുടുംബങ്ങളെ അതുപോലെ ഹെവനാക്കി തീർക്കാൻ പറ്റട്ടെ. ഇനി താക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.